അവിടെ കുന്നത്തുനാട് ഇക്കുറി അതിശക്തമായ പോരാട്ടം നടക്കുന്നു. കുന്നത്തുനാട് ചേരുന്നത് ഉന്മേഷ് ശിവരാമനാണ്. അപ്പോൾ ഉന്മേഷ്, മഞ്ചേരിയിൽ നിന്ന് കുന്നത്തുനാടേക്ക് എത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? നിശബ്ദ പ്രചരണത്തിന്റെ ദിവസത്തിലേക്ക് പോവാണ്. ഇനി ഒറ്റ ദിവസം മാത്രമാണ് ബാക്കി. സ്ഥാനാർത്ഥികളുടെ മുന്നണിയുടെ പ്രതീക്ഷയൊക്കെ എങ്ങനെയാ ഉന്മേഷ്? ഹാഷ്മി, ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഇവിടെ ഞാനിപ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഭാഗമായ പട്ടിമറ്റത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുകയാണ്. അതിന്റെ ഒരു തിരക്ക് നമുക്കിവിടെ കാണാം. അങ്ങ് ദൂരെ ആ പര്യടന പരിപാടി നടക്കുന്നുണ്ട്. ഒപ്പം റോഡ് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നാളെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. അതിന്റെ ഒരു ആവേശം എല്ലായിടത്തും പ്രകടമാണ്. കുന്നത്തുനാട് മണ്ഡലത്തിലും പ്രകടമാണ്. പട്ടിമറ്റത്ത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട UDF സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി നടക്കുകയാണ്. നമുക്ക് ഈ മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം എന്തെന്ന് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ആദ്യം നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഈ അവസാന ലാപ്പിൽ കുന്നത്തുനാട് ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കുന്നത്തുനാട് മണ്ഡലം എന്ത് ചിന്തിക്കുന്നു എന്ന് കൂടി നോക്കാം. ഇവിടുത്തെ വികസന നേട്ടങ്ങൾ, അത് നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ, അതൊക്കെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിലെ സിറ്റിംഗ് MLA എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ലാൽകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലാൽ, വളരെ വേഗത്തിൽ എന്താണ് കുന്നത്തുനാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? കുന്നത്തുനാട് സത്യത്തിലൊരു പോർക്കളം, ഒരു ത്രികോണ മത്സരം നടക്കുന്ന വലിയൊരു പോർക്കളം തന്നെയാണ്. ആദ്യഘട്ടങ്ങളിൽ കഴിഞ്ഞ തവണ ഈ ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷേ അന്നേരം 2020 ആയിരുന്നു മൂന്നാമത് ഒരു പോരാളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 2020 NDAയുടെ ഭാഗമായിട്ടാണ്. സത്യം പറഞ്ഞാൽ NDAയുടെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ 2020 ഒരു കോട്ടയായിട്ടുള്ള പ്രദേശമാണ് കുന്നത്തുനാട് എന്ന് പറയുന്നത്. ഭൂപടത്തിലില്ലാത്തൊരു ഇടമാണ് കുന്നത്തുനാട്. ഇത്തവണ കഴിഞ്ഞ തവണ ഏകദേശം UDF സ്ഥാനാർത്ഥി കിട്ടിയതിന് സമാനമായ വോട്ട് 2020 നേടാൻ കഴിഞ്ഞു. അതുതന്നെയാണ് LDFന്റെ വിജയത്തിന് വലിയൊരു ആക്കം നൽകിയൊരു കാര്യം. ഏകദേശം 2500 വോട്ടിനടുത്താണ് LDFന്റെ വിജയം. ഇത്തവണ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കുന്നത്തുനാട് പോകുന്നത്. കാരണം ശക്തമായൊരു മത്സരം, അതായത് ദേശീയ നേതാക്കൾ അമിത്ഷാ വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വരുന്നു, അങ്ങനെ എല്ലാവരും കൂടി വന്ന മത്സരം കൊഴുപ്പിച്ച ഒരു മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലായിരിക്കും കുന്നത്തുനാട് ഫിനിഷ് ചെയ്യുക. അവസാന നിമിഷം, അതായത് നമുക്കൊരു 12 മണി വരെ കാത്തിരിക്കേണ്ടി വരും കുന്നത്തുനാട് ആർക്കുള്ളതാണ് ഇത്തവണ എന്നറിയാൻ വേണ്ടി. നമുക്കിനി ഇവിടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിച്ചു നോക്കാം. എന്താണ് ഈ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് എന്ന് കൂടി നോക്കാം. കുറച്ച് ചേട്ടന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ കുന്നത്തുനാട്? സെറ്റപ്പാ. മൂന്ന് മുന്നണികളുടെ പ്രചാരണം എങ്ങനെയുണ്ട്? മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഈ NDAക്ക് വലിയൊരു സാധ്യത പറയുന്നതാണല്ലോ. 2020 മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് വലിയ സാധ്യതയുണ്ട് ഇവിടെ. സാധ്യതയുണ്ട്. ഈ തവണ സാധ്യതയുണ്ട്. ജയിക്കുമെന്നാണോ കരുതുന്നത്? സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം മറ്റേ 2020ക്ക് 19,000 വോട്ടുണ്ട്. അതിന്റെ കൂടെ BJP കൂടി ചേരുമ്പോ ഒരു 10 ന്യായമായ വോട്ട് വരും. ഇവിടെ NDAയും ജയിക്കുന്ന സാധ്യത ഇല്ല. ഇവിടെ സീനയും ജയിക്കും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പുള്ളി നല്ല വികസന പ്രവർത്തനം, 2300 കോടി രൂപ വികസനം. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും പൈസ മുടക്കിയിരിക്കുന്നത്. 2300 കോടി രൂപ ഈ നമ്മുടെ കുന്നത്തുനാട് മണ്ഡലത്തിൽ മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ ഒരു നല്ലൊരു നേതാവാണ്. അതുകൊണ്ട് സീനയും ജയിക്കുന്നതാണ് പറയാനുള്ളത്. ശരി ചേട്ടാ, പോലെ ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്താണ് ഇവിടെ ഒരു നിലവിലെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ VP സജീന്ദ്രൻ ചെയ്യും. ഒരു 6000 വോട്ടിന് VP സജീന്ദ്രൻ ചെയ്യും. കൃത്യം കണക്കാണോ? കൃത്യം കണക്കാവും. ഇവിടെ ഇപ്പോൾ 2020 പാർട്ടി ആണെങ്കിലും BJP ചേർന്നതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസിന് ഒരു വിജയ സാധ്യതയുണ്ട്. ശരി, ചേട്ടൻ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇലക്ഷനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. വോട്ട് ചെയ്യൂല ചേട്ടൻ? വോട്ട് ചെയ്യും. അപ്പോൾ ആർക്കാണ് ജയിക്കാൻ കഴിയുക? അങ്ങനെ ഒരു സാധ്യത ഒന്നും ആലോചിക്കുന്നില്ല. ഒന്നും ഇല്ല. ശരി, അപ്പോൾ ഇതാണ് ഈ മണ്ഡലത്തിന്റെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പൊതുവിവരം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കടകൾ കൂടിയുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിച്ചു നോക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയുള്ള വലിയ തിരക്കെന്ന് പറയുന്നത് നേരത്തെ UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു തിരക്കാണ്. നമുക്ക് ഈ കടകളിൽ ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടെ പറയാനുള്ളതെന്ന്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ ഇവിടെ? ശക്തമാണോ? ശക്തമാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ആര് ജയിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേരും ഒപ്പത്തിനൊപ്പമാണ്. 2020 നല്ല മത്സരം നടത്തുന്ന ഒരു സ്ഥലമെന്നാണല്ലോ പറയുന്നത്. സാധ്യതയുണ്ട്, അവർക്ക് സാധ്യതയുണ്ട്. ഇത്തവണ ജയിച്ചേക്കുമെന്നാണ്? ഇത്തവണ ജയിക്കും ഇവിടെ. ചേട്ടൻ 2020 ആണോ? അങ്ങനെയൊന്നുമില്ല. അവരുടെ വർക്കും കാര്യങ്ങളും
പിന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുള്ളവർക്ക് അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ 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 ഏട്ടാ. അപ്പോൾ 2020 ശക്തമായി തന്നെ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അതല്ല LDFും UDFും തമ്മിലാണ് ശക്തമായ മത്സരം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ത്രികോണ മത്സരം അത് ശക്തമായി തന്നെ ഈ മണ്ഡലത്തിൽ നടക്കുന്നു എന്നുള്ള പ്രതീതി അത് പുറത്തേക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.